കുട്ടികൾ പഠനത്തോടൊപ്പം പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെയും കുറിച്ച് അറിയുന്നതിന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ വൃക്ഷത്തൈകളുടെ വിത്തുകൾ നട്ടുവളർത്തി ഒരു വർഷം പരിപാലിച്ച അതിനുശേഷം അത് തൈകളായി വിതരണം ചെയ്യുന്ന പദ്ധതി വൻ വിജയം. എറണാകുളം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ തണ്ടേക്കാട് ജമാഅത്ത് HSSലെ ഫോറസ്റ്റ് ക്ലബ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചന്ദനം, തേക്ക്, സീതപ്പഴം, നെല്ലി, ഞാവൽ എന്നിവയാണ് വിദ്യാർത്ഥികൾ നട്ടുവളർത്തിയത്. വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം പെരുമ്പാവൂർ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ എ. ലക്ഷ്മി നടത്തി. ഏകദേശം 1000-ഓളം സീഡ്ലിങ്സ് ആണ് നമ്മൾ ഓരോ സ്കൂളുകൾക്കായിട്ട് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടികളെ കൂടുതലായിട്ട് പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക. അതായത് പ്ലാന്റിങ് മാത്രമല്ല, മീൻസ് നമ്മളെല്ലാ ജൂൺ 5 അങ്ങനത്തെ ഫംഗ്ഷനുകളിലൊക്കെ പ്ലാന്റിങ് എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മൾ സീഡ്ലിങ്സ് തൊട്ട് തൈ വളർത്തി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഈ ചെറിയ കുട്ടികളൊക്കെ മനസ്സിലാക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണിത്. ഈ പദ്ധതി എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല വിജയകരമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇത് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സാർ പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പുതിയ നല്ല എന്താ പറയുക, പുതിയ തൈകളും അത് അവരാ വളർച്ച കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി നല്ല എല്ലാം നന്നായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. 100 തൈകളും തരുന്നവരൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നൈബേഴ്സിൻ്റെയോ താല്പര്യമുള്ള വ്യക്തികളിലൊക്കെ വീട്ടിൽ വയ്ക്കുക. നന്നായി വളരുന്നത് അതിൻ്റെ വളർച്ചയൊക്കെ നോക്കുക, കണ്ട് അതൊക്കെ മനസ്സിലാക്കുക പരമാവധി. സ്കൂൾ മാനേജർ PA മുക്താർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VM മിനിമോൾ, ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോസഫ് CR, VP അബൂബക്കർ, സ്റ്റാഫ് സെക്രട്ടറി സജീന K. അലിയാർ, ഫോറസ്റ്റ് ക്ലബ് കൺവീനർ KA നൌഷാദ്, മുഹമ്മദ് റാഫി MI, അൻസി ഹമീദ, സീനത്ത് AA എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ 25 സ്കൂളുകളിലാണ് നഴ്സറി യോജന എന്ന പേരിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളായ അമാനുൽ ഹക്ക്, ആഷിഖ്, ഫർഹാൻ എന്നിവരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു.